തമ്പനിയിലെ പവിത്ര ചിത്രം കണ്ട് ക്ലിക്ക് ചെയ്ത മാന്യമഹാജനങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രാങ്ക്സിനെ കുറിച്ചാണ്. ഹോമോസോങ്കിയൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഈ പ്രാങ്ക്സ്. സമയത്തോടൊപ്പം തന്നെ പ്രാങ്ക്സിനും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. Strangers West. Oh, prank. Romantic, extra, handy prank. Best touching prank on cute girls. Yes, best, real, scary, ghost pranks. ടോട്ടലി ലോകത്ത് 3 തരത്തിലുള്ള പ്രാങ്ക്സ് ഉണ്ട്. പേടിപ്പിക്കുന്ന ഗോസ്റ്റ് പ്രാങ്ക്സ്, രണ്ടാമത് ടോക്സിക് പ്രാങ്ക്സ്, മൂന്നാമത്തേത് സെക്സി പ്രാങ്ക്സ്. എന്നോടൊപ്പം പറയൂ, സെക്സി പ്രാങ്ക്സ്. കറുത്ത വാവ് ദിവസം രാത്രി 12 മണി. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ വീടിനടുത്തുള്ള തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു വെള്ള രൂപം എൻ്റെ പുറകെ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അതുപോലെ വേറെ രൂപം കൂടി എൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ 2 പേർ കൂടി എന്നെ ചുറ്റിവളച്ചു. എൻ്റെ ഹൃദയത്തുടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വാടി യക്ഷി, നിന്നിപ്പോ പ്രാങ്ക്സ്റ്റർ ആക്കി തരാം. വാ, യക്ഷികൾ എപ്പോഴാണ് ഈ ഷോർട്സ് ഇടാൻ തുടങ്ങിയത്? നീ എന്നോട് പ്രാങ്ക് ചെയ്യേ. ഈ എല്ലാ പ്രാങ്ക് വീഡിയോസും ഒരേപോലെയാണ്, 5 പൈസക്ക് കൊള്ളൂല. എല്ലാ പ്രാങ്ക് കോളികളും നാളെ സെറ്റ് നിന്ന് കിട്ടാൻ പഴയ 50 രൂപയുടെ വിഗും മേടിച്ചിട്ട് വരും. പിന്നെ ടൈഡിന്റെ പരസ്യത്തിലെ ആ വെള്ള കളർ സാരി. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല, ഈ വെള്ള കളർ സാരി എന്താ പ്രേതങ്ങളുടെ യൂണിഫോം ആണോ, അതോ ഈ വിധവകൾ മാത്രമാണോ പ്രേതമായി മാറുന്നത്? ആണുങ്ങളൊന്നും മാറില്ലേ? 19 വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടു നോക്കി, അതിൽ ഒരെണ്ണത്തിൽ കൂടി ഒരു മെയിൽ പ്രായത്തിനെ ഞാൻ കണ്ടില്ല. എനിക്ക് ആണുങ്ങൾ എന്താ നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഇദ്ദേഹം പങ്കുവെച്ചത്. രാത്രി നിങ്ങൾ ഒറ്റയ്ക്ക് മുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പ്രേതം നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്ടർ ബ്രീത്ത്, 6th ഫോം, തണ്ടർ യൂറിൻ അറ്റാക്ക്. രക്തം കുടിക്കാന്ന് പറഞ്ഞിട്ട് കൊതിച്ച് വന്നതാ പാവം, പക്ഷെ കുടിക്കേണ്ടി വന്നത്. ഇവരുടെ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് റിയലിസ്റ്റിക് ആണ്. കോൺജനി സിനിമയിലെ ആർട്ട് ഡിസൈനേഴ്സ് അടക്കം ഇത് കണ്ടാൽ മാറി നിൽക്കും. ചില പ്രായങ്ങൾ റോഡിലൂടെ നെയ്ക്കിന്റെ ഷൂട്ട് ഓടുന്നു, ചില പ്രായങ്ങൾ റോഡിന്റെ നടുക്കിൽ നിന്നിട്ട് ചെമ്മാന ചപ്പല്ലോ കളിക്കുന്നു, ചില പ്രായങ്ങളാണെങ്കിൽ ഓട്ടോ ട്രിപ്പ് അടിച്ച് കളിക്കുന്നു. ആദ്യം ഒരു സിനിമയിലെ VFX അടക്കം ഇതിനൊക്കെ റിയാലിറ്റി ഉണ്ട്. സ്കൂട്ടി എന്തിനാ നിർത്തി? ഞാൻ ഇയാളുടെ സ്ഥാനത്താണെങ്കിൽ ആ പ്രായത്തെ റോട്ടിൽ കറന്ന് പട്ടീനെ പോലെ മോങ്ങിയാലും ഐറ്റം ഡാൻസിലെ പെണ്ണായി ചമ്മക്ക ചെല്ല കളിച്ചാലും ഞാൻ ഒരിക്കലും നിർത്തില്ല. ഇവർക്ക് പ്രാങ്ക് ചെയ്യാൻ അറിഞ്ഞാലും ഇല്ലെങ്കിൽ ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ചില സമയം ഇവരുടെ അഭിനയം കാണുമ്പോൾ ഓസ്കാർ എടുത്ത് അണ്ണാക്കിൽ വെച്ചു കൊടുക്കാൻ തോന്നും. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, അവർക്ക് പ്രേതത്തെ കണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത് പ്രേതമാണ്, ഇത് കണ്ട് നമ്മൾ പേടിക്കണമെന്ന്. ഇവരെ ഞാൻ സ്നേഹത്തോടെ ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കും. നവ്യനെ നീ നോക്കണ്ടോ അതെ ഞാൻ നോക്കണോ? അത് നമുക്ക് ക്ലാസ്സിൽ പോയി 2 പേരും കൂടി തല്ലുകൂടി തീരുമാനിക്കാം. അത് പ്രേതമല്ലേ, കുറച്ച് പേടിച്ചേക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ ഇവന്റെ സമ്മതിക്കാം, എത്ര അടി എരന്ന് വാങ്ങിയിട്ട് വീണ്ടും പ്രാങ്ക് ചെയ്യാൻ പോണ ആ മനസ്സുണ്ടല്ലോ. എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ചെവിട് നോക്കിക്കൊണ്ട്
And I ain't gonna be just a face in the crowd. You're gonna hear my voice when I shout it out loud. LIC जिंदगी के साथ भी जिंदगी के बाद भी. ക്യാമറമാൻ ഓടിപ്പോയില്ലെങ്കിൽ ഇപ്പൊ ശരിക്കും കോസായെന്നെ. നമ്പർ 2 ടോക്സിക് പ്രാങ്ക്സ്. ഇവർ കൂട്ടം കൂട്ടമായി മനുഷ്യന്മാരുടെ ഇടയിൽ വന്ന് നിൽക്കും. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഇവരെ തിരിച്ചറിയാൻ കഴിയില്ല. അഥവാ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലം വിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ. കാരണം പറക്കുന്ന ഡ്രം അല്ലെങ്കിൽ കേക്ക് എപ്പോഴാണ് നിങ്ങളുടെ തലയിൽ വന്ന് വീഴാന്ന് പറയാൻ പറ്റില്ല. ഡ്രമ്മ തലയിലിട്ട് പെടലി ഉളുക്കി കഴിഞ്ഞിട്ടായിരിക്കും ഇവര് പറയാ, സർ അതോ അവിടെ ഒരു ക്യാമറ കണ്ടോ, ഇത് പ്രാങ്ക് വീഡിയോ ആണ്. You're probably wondering how I ended up in this situation. नहीं सुन ओए ओए छोड़ पागल है छोड़ दीप देख कर तो क्या मैं मजाक कर रहा था दीप Yep, that's me. പ്രാങ്ക് ചെയ്യാൻ പോയതാ പാവം. അവർ രണ്ടുപേരും കൂടി പിടിച്ച് ഇവനെ പ്രാങ്ക് ചെയ്തു. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു കൂസലും കൂടി ഇല്ലാണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറമാനും കൊടുക്കണം കൈയടി. You're probably wondering how I ended up in this situation. बाल क्यों काटा तूने बाल क्यों काटा क्या बाल क्यों काटा बाल क्यों काटा हां तू शाना है क्या चार बाल काट गया मेरा मां के तेरी निकल इधर से इसको लेकर भाई रुक क्या हुआ Yep, that's me. എന്തായാലും ഇവരുടെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ അഭിനയം കണ്ടിട്ട് അവർക്ക് തന്നെ ചിരി അടക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ആരിനെയാണോ പ്രാങ്ക് ആക്കുന്നത് ശരിക്കും അവരിനെ അല്ല പ്രാങ്ക് ആക്കുന്നത്. ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന നമ്മളെയാണ് ഇവർ പ്രാങ്ക് ആക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മൂക്കാവണ്ട അടിച്ചു പൊളിക്കും നാട്ടുകാർ. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ യൂട്യൂബ് അൽഗോരിതം തന്നെ ഹാക്ക് ചെയ്തു. ഇപ്പൊ യൂട്യൂബിലൂടെ ഇവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ബ്രില്യന്റ് കണ്ടന്റ്. ഗേൾസ് വിത്ത് ബിഗ് ഓറഞ്ചസ് പ്രാങ്ക്, കിസ് ആൻഡ് റൺ പ്രാങ്ക്. What? Do you यहाँ से बहुत दूर है? Oh my God! Hope you guys enjoy this. അവർ തന്നെ ഈ പ്രാങ്ക് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ പ്രാങ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ചാനലും Do you Subscribe to Funk You. Funk You, what a name. I like this name. Not only pranks, they are also eating cucumber and eggs. Good for health. അവന്റെ റിയാക്ഷൻ നോക്ക് ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല. എനിക്കിത് കാണുമ്പോ ആ വെട്ടൻ സിനിമയിലെ സീനാണ് ഓർമ്മ വരുന്നത്. ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല. പെണ്ണുങ്ങളെ പിടിക്കുന്നതാണോ ഇന്നത്തെ കാലത്തെ കണ്ടന്റ്? നമ്മുടെ നാട്ടിലാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ നമ്മുടെ അണപ്പലടിച്ച് തെറിപ്പിച്ചെന്നെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ ചെയ്യേണ്ടത്, പിന്നെ ഷെയറും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ അണഞ്ഞരുളി.